ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് പപ്പായ്ക്ക് എന്താണ് ലീവാണ്, പപ്പായയുടെ ലീവ് ദിവസമാണ്. അപ്പൊ ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള ചെറിയ പരിപാടിയിലാണ്. അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന നല്ല അടിപൊളി ഒരു ഒന്നാമത്തെ ചിക്കൻ കറി വെക്കാൻ പോവാ അല്ലേ. അപ്പൊ ഞാന് നമ്മുടെ പൊന്നൂസാണെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ഓടി ഓടി കളിച്ചൊക്കെ നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തേക്ക് നല്ല സൂപ്പർ ഒരു ചിക്കൻ കറി വെക്കാൻ പോകും കേട്ടോ. അപ്പോൾ അതിന്റെ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റും. അല്ലേ പിന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഒരു ചിക്കൻ കറി അല്ലേ, നമ്മുടെ രീതിയിലുള്ള ചിക്കൻ കറി ഒക്കെ വെച്ചിട്ടേ ഞങ്ങളുടെ അനിയന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോവാ. എന്റെ മൂത്ത ചേട്ടന്റെ മോൻ കേട്ടോ. അപ്പോൾ അവരിവിടെ ഷാർജയിൽ തന്നെ ഉണ്ട്, അവരിവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോകുന്ന കാര്യമാണ് നമ്മുടെ പൊന്നൂസ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ കറി വെക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് നല്ല ഒന്നാമതായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി വെച്ച ചിക്കൻ ഇനി കറി വെക്കുന്ന പ്രോസസ്സിലേക്ക് അല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പൊന്നൂസേ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഓക്കെ. അപ്പോൾ ഈ ചിക്കൻ കറി വെക്കുന്നത് പപ്പയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെ, ചിക്കൻ നമ്മൾ കഴുകി നല്ല ഒന്നാന്തരമായിട്ട് ചിക്കൻ ഇവിടെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇനി എന്താ ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ നമ്മുടെ ഒരു പാത്രത്തിനകത്ത് നമ്മൾ ചിക്കൻ നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ചിക്കൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടുള്ളൊരു കറിയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മസാല നമ്മൾ ഇട്ട് കൊടുക്കണം. കുറച്ച് മസാല നമ്മൾ ചിക്കനും ഉരുളക്കിഴങ്ങിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് മസാല നമ്മൾ ചിക്കൻ്റെ ഉരുളക്കിഴങ്ങിനകത്ത് കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല നമ്മൾ ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് മുളക് പൊടി ഒരു 2 സ്പൂൺ മുളക് പൊടി നമ്മൾ 2 അല്ല ഒരു 2.5 സ്പൂൺ മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടതിന് ശേഷം ലേശം കുരുമുളക് പൊടി നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ നാടൻ മസാല പൊടിച്ചു വെച്ച നമ്മുടെ മസാലയുണ്ട്, നാടൻ മസാല, അതും ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ ചിക്കനും കൂടെ നല്ല ഒന്നാന്തരമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മസാല നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് പിടിച്ചു വരുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സൂപ്പറായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കണ്ടോ പൊന്നൂസേ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട് അല്ലേ കേട്ടോ. ഈ പരുവത്തിൽ നല്ല ഒന്നാന്തരമായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂറോളം നമ്മൾ മിക്സ് ആക്കിയിട്ട് ഒരു 1/2 മണിക്കൂറോളം നമ്മൾ വെച്ചേക്കുമ്പോൾ നല്ല ഒന്നാന്തരമായിട്ട് ഇതിനകത്ത് മസാല പിടിക്കും. അപ്പോൾ ആ 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇതിനുള്ള ഗ്രേവി ഉണ്ടാക്കാം അല്ലേ കുട്ടൂസേ. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഗ്രേവി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഇനി ഇതൊരു 1/2 മണിക്കൂറോളം നമ്മൾ ഇത് മാറ്റി വെക്കുകയാണ് കേട്ടോ. 1/2 മണിക്കൂർ മസാല പിടിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രേവിയിലെ പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമ്മളൊരു പാത്രം നമ്മൾ വെച്ച് കൊടുത്തു. പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടുപ്പ് ഓണാക്കിയിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ. കുട്ടൂസ് എൻ്റെ ഇവിടെ പ്ലെയിൻ വറുത്തി കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കുക, പറത്തുക, അതാണ് മെയിൻ പണി. നമ്മുടെ ചട്ടി എന്തായാലും ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ നമ്മുടെ ചട്ടിക്കകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് കടുക് എണ്ണ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 സ്പൂൺ കടുക് നമ്മൾ എണ്ണക്കകത്ത് ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ കടുക് ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മുടെ സവോള നമ്മൾ ഇട്ട് കൊടുത്തു. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അരിഞ്ഞ് വെച്ച നമ്മുടെ സവോള ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്നാന്തരമായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ സവോള നല്ലോണം ഒന്ന് വഴന്ന് വരണം. വഴന്ന് വന്നതിന് ശേഷമാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മുടെ സവോള ഉണ്ട് ഏകദേശം ഒരു പകുതിയായിട്ടുണ്ട്, നല്ല ഒന്നാന്തരമായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അവിടെ ഏകദേശം ഇത്രയുണ്ട് കേട്ടോ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ നല്ല പേസ്റ്റ് ആക്കി വെച്ചിരുന്നതാണ്. അത് നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് നല്ലോണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ഒന്നാന്തരമായിട്ട് മൂത്ത് വരുന്നതിൻ്റെ ഒരു മണം അടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം നമുക്ക് അടുത്ത സാധനം ചേർക്കാൻ സമയമായി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം നല്ല ഒന്നാന്തരമായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല ഒന്നാന്തരമായിട്ട് ഇളക്കി കൊടുക്കുക. പക്ഷേ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടൊരു സാധനം ഇട്ടിട്ടില്ല, കറിവേപ്പില.
അതെന്താ സംഭവം എന്ന് വെച്ചാലേ കറിവേപ്പില ഇടാനായിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ കറിവേപ്പില ഇല്ല. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഓടിച്ചൊന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ കറിവേപ്പില പറിച്ചുകൊണ്ട് വരാം നമുക്ക്. പക്ഷെ ഇവിടെ അത് നടക്കത്തില്ലല്ലോ, കടയിൽ പോവുക തന്നെ വേണം. സാരമല്ലോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തു. പച്ചമുളക് നല്ല ഒന്നാന്തരമായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയാം, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമ്മളിതാ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഒന്നാന്തരമായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ടോ നമ്മുടെ ഉള്ളിയും എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്രേവി പരുവത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് മസാല, നമ്മൾ ഓൾറെഡി മസാല ഇട്ടിട്ടുണ്ട്, നല്ലോണം മസാല ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മുടെ ചെറിയൊരു മസാലയുടെ ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മസാല കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി നമ്മൾ 2.5 സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. കാരണം മല്ലിപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു മുമ്പ് മസാലയ്ക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രേവിക്കകത്ത് നല്ല ഒന്നാന്തരമായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരമണിക്കൂറായിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും ഉരുളക്കിഴങ്ങും മിക്സ് ഇത് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ഒന്നാന്തരമായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ ഗ്രേവി. അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ടുണ്ട്. നമ്മുടെ മസാല കരിയാൻ പാടില്ല. തീ നല്ലോണം ഒന്ന് കുറച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പുരട്ടി വെച്ചിരുന്ന ആ ചിക്കനകത്ത് നല്ല ഒന്നാന്തരമായിട്ട് ഗ്രേവി പിടിച്ചിട്ടുണ്ട്. അപ്പം നല്ലോണം ഗ്രേവി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക നമ്മൾ. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല ഒന്നാന്തരമായിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ തീ നമുക്ക് പതുക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് എന്താ പറയുക നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. പക്ഷേ ഇപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ പതുക്കെ ഇത് നമ്മൾ ഇളക്കിയെടുക്കണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. കൂടെ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം, ഇത് അടിക്ക് പിടിക്കാതെ. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഈ ചിക്കനകത്ത് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ആ വെള്ളം ഇറങ്ങും. ആ വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഭയങ്കര പരിപാടിയാ. നോക്കട്ടെ എന്താണെന്ന്. എന്താ ബലൂണോ? ഓ, പേപ്പർ ബലൂണ്. നോക്കി കാണിച്ചേ. ഇതിപ്പോ ഞാൻ ഊതി വെച്ചേക്കുവാ. പൊന്നൂസിന് ഇങ്ങനെ ഓരോ പേപ്പർ കൊണ്ട് ഓരോ പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുകൊണ്ട് എന്റെ പപ്പയാണ് പപ്പ എന്റെ ഒരു പണിക്കുള്ള പേപ്പർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നീ എന്താ വേണമെങ്കിൽ ഇരുന്ന് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. ഇത് ഫുൾ ടൈം എയറോപ്ലെയിന്, പിന്നെ ഇതുപോലെ ബലൂണ്, പടക്കം, ഇങ്ങനെ ഓരോ സാധനങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തുവായി പപ്പ? വെള്ളം ഇറങ്ങിയല്ലോ. അതെ, പപ്പ പറഞ്ഞില്ലേ നമ്മൾ ചിക്കനകത്ത് വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ ആക്കിയെടുക്കണമെന്ന്. കണ്ടല്ലേ, ഈ ചിക്കനകത്തുള്ള വെള്ളം ഇറങ്ങിയിട്ടുള്ള ആ ഗ്രേവിക്കകത്ത് വന്നതാണ് കണ്ടോ. അപ്പം ചിക്കനകത്തുള്ള വെള്ളമൊക്കെ ഏകദേശം ഇറങ്ങിയിട്ടുണ്ട്. ഈ അവസ്ഥയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കറി ആയതുകൊണ്ട് നമുക്ക് ഈ ഗ്രേവി പോരാ, കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ഗ്രേവി. ഇപ്പോൾ റോസ്റ്റൊക്കെ വേണമെന്നുള്ള ആവശ്യം വേണ്ടവർ ഈ ഒരു പരുവത്തിൽ ഇട്ടാൽ മതി. കണ്ടോ, നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു പരുവം റോസ്റ്റ് പരുവാണ്. പക്ഷെ നമ്മളൊരു കറി പരുവാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മളിതാ ഈ ഒരു കപ്പിനകത്തുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ
കറി നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ തിക്കായിട്ടിരുന്ന കറി നമ്മൾ ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. നമ്മുടെ കറി ഇനി നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കറി കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കറി നല്ലോണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ കറി ഇവിടെ നിന്ന് തിളച്ചൊന്ന് വേഗത്തെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വെന്തതിന് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വെന്ത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഹായ്, നമ്മുടെ ചിക്കൻ കറി നല്ലവണ്ണം വെന്ത് നല്ല സൂപ്പറായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ അവസ്ഥ. അടിപൊളിയായിട്ട് വെന്ത് ഗ്രേവി എല്ലാം പറ്റി, നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ പറ്റി അത്യാവശ്യം നല്ല ഗ്രേവി പരുവത്തിലെത്തിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ കറി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കറി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിക്കകത്ത് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ നമ്മൾ മല്ലിയില നമ്മൾ ചേർത്തിട്ടുള്ളൂ. മല്ലിയില ചേർത്തിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഹായ്, നല്ല രീതിയിൽ കറി കുറുകിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നല്ല സൂപ്പറായിട്ട് കറി കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി, ഉരുളക്കിഴങ്ങും ചേർത്തുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ കറി, നമ്മുടെ ചിക്കൻ വിത്ത് പൊട്ടറ്റോ. അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കൂട്ടിയിട്ടൊന്ന് ചോറ് കഴിച്ച് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം അല്ലേ. നമ്മളുണ്ടാക്കിയ ചിക്കൻ കറി, ഇതാ നമ്മുടെ ചിക്കൻ കറി ചോറ് ഞങ്ങളുടെ ഉച്ചക്കത്തെ ഭക്ഷണമാണ്. ഞങ്ങൾ 3 പേരും ഇതാ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു. മനസ്സേ, നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് നമുക്ക് നോക്കിയാലോ? എന്താണ് അഭിപ്രായം? ചിക്കൻ കറി കണ്ടിട്ട് ഗ്രേവി അതല്ലേ, ഗ്രേവി നല്ല തിക്ക്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ കറി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അങ്ങനെ നമ്മുടെ ചിക്കനും നമ്മുടെ ചോറും ഒക്കെ എടുത്ത് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അടിപൊളി. ഞങ്ങളിന്ന് വേറെ കറി ഒന്നും വെച്ചില്ല കേട്ടോ. ചിക്കൻ കറി മാത്രം കൂട്ടി കഴിക്കാനായിരുന്നു അല്ലേ. ചിക്കൻ ഒന്ന് കഴിച്ച് കാണിച്ചേ. ചൂടാണ്. കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞു. അടിപൊളി അടിപൊളി. അപ്പൊ ഇനി നമുക്ക് കഴിക്കാം. നമ്മുടെ ചിക്കൻ കറി പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സമ്മന്തിപ്പൊടിയുണ്ട്, അതും ചേർത്താണ് ഞങ്ങൾ കഴിക്കുന്നത്. എന്തായാലും ചിക്കൻ കറി നല്ല സൂപ്പറായി കേട്ടോ. നല്ല തിക്ക് ഗ്രേവി അല്ലേ. തിക്ക് അല്ല, അടിപൊളി ഗ്രേവി അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളുടെ ഈ വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. ഞങ്ങളെന്താണെങ്കിലും നമ്മുടെ കറിയൊക്കെ ചേർത്ത് ഈ ചോറൊക്കെ ഒന്ന് കഴിച്ച് ചെയ്യട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പില്ല. അപ്പോൾ കുട്ടൂസ് അതിൻ്റെ ആ ഒരു ത്രില്ലില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസ് ഒന്നുപോലും മിസ്സാവാതെ നിങ്ങളിലേക്ക് ഓടിയെത്തുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് തൽക്കാലം ഈ വീഡിയോ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.